അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിക്കാം. ദുറൂസുൽ ഇസ്ലാം 1, അതായത് ദുറൂസുൽ ഇസ്ലാമിൻ്റെ ആദ്യത്തെ 10 പാഠങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം 500 മടങ്ങ്, 1000 മടങ്ങ്, ലക്ഷം മടങ്ങ്. 1000 മടങ്ങാണ് അതിൻ്റെ ആൻസർ. ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടിയിരുന്നില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ് ശരി ഉത്തരം. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഫലസ്തീനിൽ എത്തിച്ചു. സുലൈമാൻ നബി അലിഹിസ്സലാം. ആസഫ് ബിൻ വർഖിയ റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ആസഫ് ബിൻ വർഖിയാണ് ശരിയുത്തരം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാകും ഖുർആൻ മലിനമാക്കൽ, കളവ് പറയൽ, ചെറുദോഷങ്ങൾ. ഖുർആൻ മലിനമാക്കലാണ് അതിൻ്റെ ശരിയുത്തരം. മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിന് പാരിതോഷികം നൽകി 1000 ദിർഹം, 50 ദിർഹം, 500 ദിർഹം. 500 ദിർഹമാണ് ശരിയുത്തരം. മണ്ണ് എന്നാണ് അർത്ഥം. തൊയ്ന്, തൊയ്ന്, ബത്ന്. തൊയ്ന് എന്നതാണ് അവിടെ എഴുതേണ്ടത്. തീനാണ് ശരിയുത്തരം. ചേരുംപടി ചേർക്കുക. ഗൗസുൽ ആളം എന്ന പേരിൽ പ്രസിദ്ധനായി. ആണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. കൂഫയിൽ ജനിച്ചു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആണ് അതിന് ശരിയുത്തരം. ഖുർആൻ കേട്ട് മനസ്സുമാറി തൗബ ചെയ്തു. ഡി ഫുളൈൽ ഇബ്നു ഇയാദ്. അഖീദയിൽ നമ്മുടെ ഇമാം. ബി ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു. 5. മദീനയിൽ ജനിച്ചു. സി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഭാഗം പൂരിപ്പിക്കുക. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഡാഷ് ധരിക്കണം, ഹിജാബ് ധരിക്കണം. 2. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഡാഷ് ആണ്, ഖുർആൻ ആണ്. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ഡാഷ് ശുദ്ധമാക്കണം, മനസ്സ് ശുദ്ധമാക്കണം. മുർത്തദ്ദായാൽ ശാശ്വതമായ ഡാഷ് ആണ് ശിക്ഷ, നരകവാസമാണ് ശിക്ഷ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഡാഷിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു, ജന്നത്തുൽ ബഖീഇൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പണ്ഡിതന്മാരെ കുറ്റം പറയൽ ഡാഷിനു കാരണമാകും, സർവനാശത്തിനു കാരണമാകും. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. തൗബയുടെ ഷർത്തുകൾ എത്ര? 4. 4 മദ്ഹബിൽ 1 പിൻപറ്റുന്നതിൻ്റെ വിധി എന്ത്? നിർബന്ധം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേര് മുവത്ത്. എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കുന്ന ദോഷം. എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കുന്ന ദോഷമേത്? റിദ്ദത്ത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജ്റ വർഷം 150. മൻ അബൂക്ക് എന്ന ജുറൈജിന്റെ ചോദ്യത്തിന് കുട്ടി പറഞ്ഞ മറുപടി ഫുലാനുൻ റായി. ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക. എന്താണ് കറാമത്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങളും പീഡനങ്ങളും കൂടി വരാൻ പ്രധാന കാരണമെന്ത്? ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുന്നതും മാന്യതയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതുമാണ് അതിൻ്റെ കാരണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടക്കാൻ കാരണം അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമെന്ത്? സ്വർഗം. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉത്തമമായ സ്ഥലം ഏത്? വീടിൻ്റെ ഉള്ളറ. ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും എങ്ങനെ? നിസ്കാരം, നോമ്പ് പോലത്തെ ഇബാദത്ത് കൊണ്ട്. ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? നബിയുടെയും സഹാബത്തിൻ്റെയും ചര്യ പിന്തുടരുന്നവർ. കുറിപ്പെഴുതാനാണ്, 5 വരിയിൽ കുറയരുത്. ഇൽമു പഠിക്കുക. ഇൽമു പഠിക്കൽ എന്ന വിഷയം നൂറുല്ലാഹി തആല എന്ന പാഠമുണ്ടല്ലോ, ആ പാഠത്തിലെ അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്ക്
അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതിനു വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കാൻ അദബുകൾ പാലിക്കണം. തെറ്റു ചെയ്യുന്നവർക്ക് അള്ളാഹു തആലയുടെ നൂർ ലഭിക്കുകയില്ല. അതാ ഭാഗത്ത് എഴുതാം. അതുപോലെ തന്നെ മൻ തഅല്ലമ ഇൽമൻ യൻതഫിഉ ബിഹി ഫിൽ ആഖിറതി യുരീദു ബിഹി അർളൻ മിനദ് ദുനിയ ലം യുരിഹ് റായിഹത്തൽ ജന്ന. പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവന് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുകയില്ല. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദുആ ചെയ്യണം. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. എന്നാലേ അത് ഉപകാരപ്പെടുകയുള്ളൂ. മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. ഇങ്ങനെ അറിവിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതെല്ലാം അതിലെന്ത് ചെയ്യാം, ഈ ബുക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് എഴുതാം. അച്ചടക്കമുള്ള സ്ത്രീകൾ എന്ന ഭാഗം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബി ബിഹിന്ന എന്ന് പറഞ്ഞ പാഠമുണ്ടല്ലോ, രണ്ടാമത്തെ പാഠം. അതിൽ പറഞ്ഞ ഭാഗങ്ങളൊക്കെ അതിലെഴുതാം. സ്ത്രീ വീടിൻ്റെ വിളക്കാണ്, വീടിൻ്റെ ഐശ്വര്യമാണ്. അതിനാൽ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തു പോകാവൂ. പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം. ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തനായ സ്ത്രീകളോ കൂടെ വേണം. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചോ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവൾ പുറത്തിറങ്ങരുത്. പുരുഷന്മാരുമായി ഇടകലരാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഈ ഭാഗങ്ങളൊക്കെ അവിടെ എഴുതാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹ്ഖുകുന ത്വരീഖ് അലൈകുന്ന ബിഹാഫാത്തി ത്വരീഖ്. നിങ്ങൾ പുരുഷന്മാർക്ക് പിറകിൽ നടക്കുക, വഴി മധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത് എന്നെല്ലാം ഈ വിഷയങ്ങളെല്ലാം ആ ഭാഗത്ത് എഴുതാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.